വാട്ട് ഈസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്? വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻസിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഡയറ്റ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. ഇനി എങ്ങനെയാണ് ഈ ഇൻഫ്ലമേഷൻസ് വരുന്നത്? ഇൻഫ്ലമേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഈ ഇൻഫ്ലമേഷൻ. പക്ഷേ ഇത് ക്രോണിക് ആവുന്ന സമയത്ത് പ്രശ്നമായിരിക്കും. അതായത് പ്രൊളോങ്ഡ് ആയിട്ട് ഒരുപാട് സമയത്തേക്ക് ഇൻഫ്ലമേഷൻസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസിനൊക്കെ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള കേസസിൽ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. ഇനി എങ്ങനെയാണ് ഈ ഇൻഫ്ലമേഷൻസ് വരെ? എന്തൊക്കെയാണ് അസുഖംസ്? അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അല്ലെങ്കിൽ ഡയബറ്റിസ്, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സർട്ടൻ കൈൻഡ്സ് ഓഫ് ഡിസീസസിലാണ് ഈ ഇൻഫ്ലമേഷൻസ് വരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡയറ്റ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിനകത്ത് ആഡ് ചെയ്യുക. ഇത് ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ആയുർവേദ അല്ലെങ്കിൽ ട്രഡീഷണൽ മെഡിസിൻസിലൊക്കെ പണ്ടേ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ആയുർവേദയിലും മെഡിറ്ററേനിയൻ ഡയറ്റിലൊക്കെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ആയുർവേദൻ്റെ കേസസ് പറയുകയാണെങ്കിൽ ടേമറിക്, ജിഞ്ചർ, അംല, ഹെർബ്സിനൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഇൻഫ്ലമേഷൻ ഈ ഒരു ഡയറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യത്തിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ടാർഗറ്റ് അപ്രോച്ച് വെച്ച് നമ്മൾ ഈ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുക.